ലവ് ഈസ് ബ്ലൈൻഡ്. ശരി ആയിക്കോട്ടെ, കാമുകം പോയി ആ ജോലി ഒന്ന് ചെയ്യേ. ബോസ്, മാറ്റർ വേറെ എങ്ങോട്ടോ പോയി. ഞാൻ തമാശ പറയുന്നതല്ല ബോസ്. ഈ പേപ്പറിൽ വരുന്ന വാരഫലത്തിന് ഹോളിവുഡ്, ബോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ്, ടിംബർവുഡ്, ടിംബിൾവുഡ്, ടീക്വുഡ്, IT, BT, KT, OT, റോഡ് സൈഡ്, ഫുട്പാത്ത്, മുനിയമ്മയുടെ ഏരിയ എല്ലായിടത്തും ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് ബോസ്. എക്സാക്ട് ആയിട്ട് ഇതിൽ പറയുന്നത് പോലൊക്കെ നടക്കുന്നുണ്ട് ബോസ്. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ഒരിക്കലും പറ്റരുത്. ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് ബോസ്. തോനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒരു ജ്യോതിഷത്തിലും ഉമ്മ കൊടുക്കാത്തോണ്ട് പ്രേമം തകരുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനൊന്ന് നോക്കട്ടെ. എന്തൊക്കെയോ പറയാൻ വന്നതാ, വേറെന്തൊക്കെയോ പറഞ്ഞു, പെട്ടു ഞാൻ. വേദാന്ത്, ഹായ് അമൂല്യ. നിങ്ങളുടെ ഹായ് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചോ. അല്ല, വിജയദശമിയുടെ അന്ന് പോലും ലീവ് തരില്ല എന്നാണോ? എല്ലാരും കൂടെ ഇന്നിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഒരു വിശേഷ ദിവസമല്ലേ ഇന്ന്? ഒരു വിശേഷ ദിവസത്തിന് നമ്മുടെ നാട്ടിൽ എത്ര പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? കൊച്ചിയിൽ ജോലിക്ക് വന്ന് ചേർന്നതിന് ശേഷം എത്ര കമ്പനികൾക്കാ നമ്മളെ തന്നെ വിറ്റ കണക്ക് പറയാനുള്ളത്. ഒരു വിശേഷ ദിവസത്തിന്റെ അന്ന് വീട്ടിലെല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പകരം ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നോണ്ട് എന്താ ന്യായം? കഴിഞ്ഞ വർഷം ഞാനൊരു സൺഡേ പോലും കണ്ടിട്ടില്ല. ഇന്ന് പൂജാ ദിവസമായിട്ട് ഞാൻ ജോലിക്ക് വന്നില്ലേ? വിജയദശമിക്ക് പോലും ലീവ് തരുന്നില്ലെങ്കിൽ ഇതൊരു ഓഫീസല്ല, ജയിലാ. പൂജയ്ക്ക് വരൂ. കണ്ടോ ബോസ്, പേപ്പറിൽ വാരഫലത്തിന്റെ ഭവിഷ്യത്ത് കണ്ടു തുടങ്ങി. സില്ലി റീസണ് വേണ്ടി നിങ്ങളുടെ അഭിപ്രായം പോലും ചോദിക്കാണ്ട് മേഡം പോയി. ആദ്യം ജ്യോതിഷത്തിൽ പറഞ്ഞതുപോലെ മേഡത്തിനൊരു കിസ് കൊടുക്ക്, അപ്പൊ എല്ലാം ശരിയാകും. ओम चामुंडाय नमः, ओम महादुर्गे नमः, ओम विजयदुर्गे नमः, ओम महालक्ष्मी नमः, ओम संतानलक्ष्मी नमः, ओम भाग्यलक्ष्मी नमः, ओम सरस्वती नमः, ओम सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते, ओम कुबेरलक्ष्मी नमः, ओम जयन्त्यै नमः, ओम मंगलकाल्ये नमः, भाग्यलक्ष्मी नमः, ओम भद्राकाल्ये नमः, ओम सरस्वत्यै नमः, ओम मंगलदारिण्ये नमः, ओम जयन्ते मंगलाकाले भद्राकाले कपालिने दुर्गा क्षमा शिवा दात्रे स्वाहा सदा नमोऽस्ते महादेवे नमो नमः. शरण्ये त्र्यंबके देवे नारायणी नमोस्तुते, कात्यायनाय विद्महे कन्याकुमारी धीमहि तन्नो दुर्गे प्रचोदयात्. उत्तरोत्तरमङ्गलनीराञ्जनं समर्पयामि. अधशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैल. ओम या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्मै 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 नमो नमः. या देवी सर्वभूतेषु विद्यारूपेण संस्थिता नमस्तस्मै 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 नमो नमः. या देवी सर्वभूतेषु मातृरूपेण संस्थिता उत्तरमङ्गलनीराजनं समर्पयामि. शिखरि शिरोमणि तुङ्ग हिमालय शृङ्ग निजालय मध्यगते मधु मधुरे मधु कैटभगञ्जिनि कैटभगञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते.
സിദ്ധാർത്ഥ് സർ, നിങ്ങൾ നിങ്ങളുടെ മൂത്ത അളിയന് കുറച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്ക്. നാളെ വീട്ടില് പൂജയുണ്ട്. ഞാനല്ല, നിങ്ങളോ വിക്കി ചേട്ടനോ ആരും ഓഫീസിലേക്ക് വന്നാലും അമ്മ പ്രശ്നം ഉണ്ടാക്കും. അതെന്താ ചെയ്യേണ്ടതെന്നും ആരൊക്കെ എവിടെ ഉണ്ടാകണമെന്നും ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുന്നങ്ങ് ഡിസൈഡ് ചെയ്യും. അല്ല, ഇവളെന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നേ? അതുമാത്രമല്ല, മൂത്തളീനൊന്നും വിളിക്കുന്നുണ്ടല്ലോ. ഇവളുടെ സംസാരം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സാർ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ അടുത്ത് എന്തിനാ പറയുന്നത്? നിങ്ങൾ എന്നെക്കാളും ക്ലോസ് അല്ലേ? നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും വർക്ക്, കമ്പ്യൂട്ടർ, കമ്പനി, അത് മാത്രമേ ഉള്ളൂ. ഒരു വിശേഷ ദിവസത്തെ പറ്റി ഒരു ചിന്തയില്ല അവന്. ബോസ്, ബോസ്, നോക്ക് ബോസ്, മേഡം നിങ്ങളെ പറ്റി സിദ്ധാർത്ഥ് സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയുക. ഇതെല്ലാം മറ്റേ എഫക്റ്റാ. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ മേഡത്തിന്റെ ടെമ്പറേച്ചർ റേസ് ആയിട്ട് അതിൽ പറഞ്ഞ പോലെ സംഭവിക്കും. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഒന്ന് ആലോചിച്ചു നോക്ക്. All right. I have an announcement to make. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. വിശേഷ ദിവസങ്ങൾ എല്ലാവർക്കും എത്രത്തോളം സന്തോഷം തരുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ കൂടെ ജോലിയും ഇമ്പോർട്ടന്റ് ആണ്. അവസാനം കാണിച്ചല്ലോ ഇവന്റെ ബുദ്ധി എന്താണെന്ന്. എന്നുവെച്ച് 3 നേരവും ജോലി ജോലി എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും വിശേഷ ദിവസങ്ങൾ ഫാമിലിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം. അവർക്കത് വലിയ സന്തോഷമായിരിക്കും. സോ നാളെ നിങ്ങൾ ആരും ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല. നവരാത്രി പൂജ ആയതുകൊണ്ട് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ലീവാണ്. പെൺകുട്ടികളാണ് സ്ട്രോങ് ദൈവമേ, കറക്റ്റും ദൈവമേ. മേഡത്തിന്റെ ഒരു നോട്ടത്തിൽ തന്നെ ബോസിന്റെ എല്ലാ ശീലങ്ങളും ആകെ മാറിപ്പോയി. പെൺകുട്ടികൾ ഇവിടെ ജോലിക്ക് വരണമെന്ന് ഞങ്ങള് പിന്നെ ചുമ്മാതാണോ പറഞ്ഞുകൊണ്ടിരുന്നേ? ചേട്ടാ, റിയലി? നാളെ ഞങ്ങള് വർക്ക് ചെയ്യണമെന്നോ? ഇനി മാറി പറഞ്ഞല്ലോ. നോ, അങ്ങനെയൊന്നുമല്ല. പഴയ സിസ്റ്റത്തിൽ എല്ലാവരും ഓഫീസിൽ വർക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ നാളെ നമ്മുടെ വെണ്ടേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രം. സോ നമ്മുടെ ഓഫീസിലും നാളെ വർക്കിംഗ് ഡേ അല്ല. ഹാവ് ഫൺ. ഇതാണ് ആക്ച്വലി നന്നായിട്ടുള്ളത്. കള്ള ചെറുക്ക്. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. എവിടേക്കാ മോളെ? ഡാൻസ് വീഡിയോ ചെയ്യാൻ വാണിയുടെ വീട്ടിലേക്ക് പോവാച്ചാ. പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ദിവസമായിട്ട് അവളെ കൊണ്ട് വരുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ വീട്ടിലേക്ക് വരാത്തത്? അവക്ക് ഇച്ചിരി ഇളക്കം കൂടുതലായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസും ഷൂട്ടും ഒക്കെ അവളുടെ വീട്ടിൽ വെച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും അല്ലല്ലോ മോളെ. ഒരു സൈലന്റ് കുട്ടിയല്ലേ. ആര്? ആ വാണി പാവാണെന്നോ? ആവശ്യമില്ലാത്ത ഇമേജ് ഒന്നും അവൾക്ക് കൊടുക്കല്ലേ അച്ഛാ. അവളത്ര ശരിയൊന്നും അല്ല. എനിക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, നീയും അങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. അവള് വന്നാലേ അത് പിന്നെ വലിയ പ്രശ്നമാവോ അച്ഛാ? അവൾക്ക് വന്നാലേ ചായയും കാപ്പിയും ഭക്ഷണവും എല്ലാം കൊടുക്കണം. ഡാൻസ് പ്രാക്ടീസിനാന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളെ കൊണ്ട് ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. എന്നിട്ട് അവൾക്ക് പാവെന്ന് പറയുന്ന ഒരു ഇമേജും കൊടുക്കണം. ശരിയല്ല അവള്. പിന്നെ എന്തുകൊണ്ടാ നിനക്ക് അവളെ തന്നെ വേണ്ടത്? വേറെ ആരും കിട്ടാനില്ലേ? കിട്ടും അച്ഛാ.
പക്ഷെ ഇവള് നന്നായി ഡാൻസ് കളിക്കും. സ്റ്റെപ്സ് ഒക്കെ അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ അവളുടെ കൂടെ ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചത്. എന്താണാവോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. അങ്കിൾ ഞാൻ പോയിട്ട് വരാം. ഓ, അച്ഛൻ ഇവനോട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ എന്ത് നന്നായിരിക്കും അല്ലേ? ഒന്ന് പറയച്ചാ പ്ലീസ് അച്ഛാ. ആ കണ്ണ ഒരു മിനിറ്റ്. പറയൂ അങ്കിൾ. നീ പോകുന്ന വഴിയിലല്ലേ ഇവളുടെ ഫ്രണ്ട് വാണിയുടെ വീട്. അപ്പോ അവിടെ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തൂടെ? ശരി അങ്കിൾ. വരൂ. എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ, ഡാൻസ് പ്രാക്ടീസിന് പോവല്ലേ, അപ്പോ പുതിയൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഓർമ്മ വന്നു. അതാ ശരി, എന്നാ ഞാൻ ഇറങ്ങാം. സുമേഷേ, അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വീട്ടിൽ തന്നെ എത്തിച്ചിരിക്കണം. ഓക്കെ ബോസ്. നിന്നെ കളിയാക്കിയത് കുറച്ച് കൂടിപ്പോയി. സോറി. മാത്രല്ല അന്നത്തെ ദിവസം അവധി തന്നതിന് താങ്ക്സ്. വീണ്ടും അങ്ങനെ തന്നെയാണോ ബോസ്? തന്നൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? തന്റെ പൊട്ടത്തരൊക്കെ തന്റെ കയ്യിൽ വെച്ചാ മതി. അവൾ അങ്ങനെ നേരത്തെ സംസാരിച്ചുകൊണ്ടാ ഇപ്പൊ വന്ന് സോറി പറഞ്ഞത്, മനസ്സിലായോ? ഇനി എന്താ തനിക്ക് അറിയണ്ടേ? അയ്യോ ബോസ്, നിങ്ങൾക്ക് ലവ് എക്സ്പീരിയൻസ് വളരെ കുറവാ. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. നിങ്ങൾ കൊടുത്ത സൊല്യൂഷൻ നാളത്തെ ഒരു അവധി മാത്രമാണ്. താങ്ക്സ് പറഞ്ഞത് അതിനു വേണ്ടിയായിരിക്കും. പിന്നെന്തിനാ അവള് സോറി പറഞ്ഞത്? ബോസ്, പെൺകുട്ടികൾ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആണുങ്ങളായ നമ്മൾ അത് മറിച്ച് ചിന്തിക്കണം. ബോസ്, നിങ്ങൾ ഈ തൽക്കാലത്തേക്കുള്ള പ്രശ്നത്തിന് മാത്രം സൊല്യൂഷൻ കണ്ടെത്തിയാൽ പോരാ, എല്ലാം ശരിയാക്കണം. ഇപ്പോ തന്നെ കിസ് കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാവുമെന്നും ഒരു സംശയമില്ല. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എടാ സുമേഷ്, ഈ ജോൽസിനെ പറ്റി തനിക്ക് അത്രയും ഷുവറാണോ? എന്ത്? എന്റെ ബോസിന്റെ മനസ്സ് മാറുന്നുണ്ടെന്നാ തോന്നുന്നേ. കൊള്ളാം കൊള്ളാം. എടോ, തന്നോടാടോ ഞാൻ ചോദിച്ചത്. ഇതൊക്കെ ശരിക്കും സത്യാണോ? സംശയം എന്താ ബോസ്? 100% അങ്ങനെ നടന്നിരിക്കും. അതും ലവ് മാറ്ററില് വിധി എഴുതിയതുപോലെ തന്നെയായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ശരി, അമൂല്യ ക്യാബിനിലേക്ക് അയക്കേ. എന്താ ബോസ്, ക്യാബിനിൽ വെച്ച് എന്നെ കിസ് ചെയ്യാൻ പോവാ? താനിപ്പോ ചെയ്തതിന് ഞാൻ 1 ഇയർ സാലറി കട്ട് ചെയ്യട്ടോ? വേണ്ട ബോസ്, വേണ്ട. നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഇതൊക്കെ. കൊടുക്കുന്നത് നിങ്ങളും മേടിക്കുന്നത് അവരും. ഇതിന്റെ ഇടയിൽ ദിസ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ വരാം. അല്ല, പറഞ്ഞേക്കാം. ഇത്രയും ദിവസം സാധാരണ പോലെ നടന്ന ആള് കറക്റ്റ് വിജയദശമിയുടെ അന്ന് അവധി വന്നു. അതാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു പ്രൊജക്ട് ലോഞ്ചിന് വെച്ചിട്ട് ഇതൊന്നും കണ്ടിട്ട് ആളിനൊരു ഡൗട്ട് തോന്നില്ലേ? ഡൗട്ട് ഒന്നല്ലാളിയാ, ടൺ കണക്കിന് ഡൗട്ടാ ഉള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം. സത്യമായിട്ടും ഇതിന്റെ പേരിൽ ഒരു മീറ്റിംഗ് തന്നെ വെക്കണം. ടേബിളിലേക്ക് 2 കോഫി പറഞ്ഞാലോ? അത് മാത്രം പോരാ, 2 പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ പറയും. ബോസ് വിളിച്ചായിരുന്നോ? ഞാൻ ഇത്രയും നാളും ഇവളെ പ്രേമിച്ച് ഇപ്പൊ പ്രപ്പോസ് ചെയ്ത് ഇതുവരെ എത്തിച്ചു. ഞാനിവിടെ സ്നേഹിച്ചത് ജ്യോതിഷം നോക്കിയിട്ടോ ജാതകം നോക്കിയിട്ടോ ഒന്നുമല്ലല്ലോ. പക്ഷെ ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജ്യോതിഷം നോക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതേയില്ല. ഇനിയിപ്പൊ ഞാൻ അതിൽ പറഞ്ഞ പോലെ ഇവളെ കിസ് ചെയ്തില്ലെങ്കിൽ ഇവളെങ്ങാനും എന്നെ വിട്ട് പോയാലോ? ഓഫീസിൽ എല്ലാരും അറിയോ ഭഗവാനെ? അല്ലെങ്കിൽ ഇവളൊരു വായാടിയ. ഞാൻ ഉമ്മ കൊടുത്ത ഇവളെങ്ങാനും അലറി വിളിക്കോ? സ്വല്പം അടുത്തേക്ക് വാ. ഓക്കെ